കൂട്ടുകാരെ വീണ്ടും നമ്മളൊരു റേസെഡുമായിട്ട് വന്നിരിക്കുകയാണ്. യമഹയുടെ റേസെഡ് സ്കൂട്ടറാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റിയ വൃത്തിയുള്ള ഒരു വണ്ടിയായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ആ ലൈക്ക് ബട്ടനൊക്കെ നീക്കി നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ചെറിയ വിലയിൽ നല്ല വാഹനങ്ങൾ നോക്കി നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതൊരു ഉപകാരമായിരിക്കും. നിങ്ങളതൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറാണ് വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പർ. നിങ്ങൾക്ക് നേരിട്ട് വാഹനത്തിൻ്റെ ഉടമയെ വിളിച്ച് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ പാർട്ടിയുടെ വാഹനങ്ങളാണ് കൂടുതലായിട്ടും സെയിൽ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. 2015 മോഡൽ റേസെഡാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളവരുടെ. കാര്യമായിട്ടുള്ള തകരാറ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു 2015 മോഡൽ വണ്ടിയാണെങ്കിൽ പോലും വേറെ വളരെ മോശം അവസ്ഥ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വൃത്തിയായിട്ടിരിക്കുന്ന ഒരു നല്ലൊരു വണ്ടി തന്നെയാണ്. കാരണം അവരത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കില്ല ഓരോരുത്തരുടെ കയ്യിൽ വാഹനം എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും വണ്ടിയുടെ കോലവും. ഇനിയിപ്പോൾ പറയുവാണെങ്കിൽ ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2025 സെപ്റ്റംബർ മാസം 16-ാം തീയതി വരെ ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷനാണെങ്കിൽ 2025 സെപ്റ്റംബർ 21-ാം തീയതി വരെ ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ. ഇനി ആദ്യം നമ്മൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അതിന് തന്നെ 2 മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കാര്യം സെറ്റപ്പ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ പെയിൻറ്റ് പോയിട്ടുണ്ട്. വയസ്സിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്പർ പ്ലേറ്റുമ്പോൾ അങ്ങ് ചില്ലറ തുരുമ്പുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ യമഹയുടെ ചിഹ്നത്തിൻ്റെ അവിടെ ഒരു ചെറിയ ഗ്ലാസ്സുമ്പോൾ ചെറിയ അഴുക്കുണ്ട്. പിന്നെ ഈ പറയുന്ന ഹെഡ്ലൈറ്റിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് മൺഗാർഡ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നിലവിൽ ഈ വാഹനം ഒരു ലേഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ ഇടത് സൈഡിലേക്ക് ചെറുതായിട്ടൊക്കെ വീണിട്ടുണ്ട് എപ്പോഴൊക്കെയോ. അതിൻ്റെ ഒരു ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. ഇതാണ് സ്ക്രാച്ചാണ് കാണാൻ പറ്റും. പൊട്ടൽ അല്ലെങ്കിൽ ഞളക്കം അങ്ങനെ ചുളുങ്ങിയിരിക്കുക അങ്ങനത്തെ അവസ്ഥയൊന്നും കാണാൻ പറ്റില്ല. ഈ കാണുന്ന സ്ക്രാച്ച് മാത്രമാണ് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാനായിട്ടുള്ളൂ. പിന്നെ ഈ സൈഡൊക്കെ മറ്റു വണ്ടികളെ പോലെ ഇരുമ്പല്ലാത്തത് കൊണ്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. പുത്തൻ പുതിയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി ബെഞ്ചിൻ്റെ അവിടേക്ക് വന്നാലും ഇവിടെയൊക്കെ ഫുൾ കവേഡാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബെഞ്ചിൻ്റെ അവിടേക്ക് വരുവാണെങ്കിലും ഇവിടെ കാര്യമായിട്ട് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും കാര്യമായിട്ട് സ്ക്രാച്ച് ഒന്നും കാണാനില്ല. പിന്നെ ഗ്രാബ് റെയിലിൻ്റെ അവിടെ ഇത്രയും പഴക്കമുള്ളൊരു വണ്ടിയല്ലേ, ഇത്ര പെയിൻറ്റ് പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ മങ്ങിപ്പോയി മഞ്ഞ കളറായിട്ടുള്ള അവസ്ഥയൊന്നും നിലവിലില്ല. സൈലൻസറൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുന്ന നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് സ്ക്രാച്ചൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ അടിഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അവിടെയും വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സൈഡിൽ ഇവിടെയും വീണതായിട്ടൊന്നും കാണാനില്ല. പിന്നെ ഈ ഒരു ചെറിയ ബോർഡിന് മാത്രമേ ചെറിയ നരപ്പ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ വീടിനോടേക്ക് വരുവാണെങ്കിൽ 47,687 കിലോമീറ്ററാണ് ഇതുവരെ ഓടിയതായിട്ട് കാണുന്നത്. പിന്നെ ഇവിടുത്തെ സംഭവം പോലെ ചെറിയ ചെറിയ പെയിൻറ്റ് തുള്ളികൾ എവിടെയെങ്കിലും വെച്ചിട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ 2 സ്ക്രൂ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പുതിയതായിട്ട് ഞാൻ നിലവിൽ ഇത് തുരുമ്പ് പിടിച്ച പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇതിന് മാത്രമേ ചെറിയ കളർ ഫെയ്ഡായിട്ടുള്ളൂ. 2 മറ്റേ ബോക്സ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ സീറ്റ് കവർ നോക്കുകയാണെങ്കിലും അതിന് ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ബോറലും കീറലൊന്നും നിലവിലില്ല. പിന്നെ എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ താക്കോല് ഇടുന്ന ഭാഗം ഇവിടെ ചെറിയ ടൈറ്റ് ഉണ്ട് കേട്ടോ. ഇത്തിരി ടൈറ്റ് ഉണ്ട്. അങ്ങനെ ഇത്തിരി ബലം പിടിച്ചാൽ മാത്രമാണ് ഇത് ഓണാവുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് സ്റ്റാർട്ടാണ്. നിങ്ങൾ സൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ആദ്യം സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. ഈ 2015 മോഡൽ വണ്ടിയായിട്ട് പോലും കാര്യമായിട്ടുള്ള കട്ടക്കട്ട അടി കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. റേസ് ചെയ്യുമ്പോഴായാലും കാര്യമായിട്ട് പുകയോ സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വൈബ്രേഷൻ തീരെയില്ല വണ്ടിക്കാണ്. വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈബ്രേഷൻ തീരെ കുറവാണ്. നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അപ്പോൾ 2015 മോഡലായിട്ടുള്ള ഈ വൃത്തിയുള്ളൊരു വണ്ടി സെക്കൻഡ് ഓണറാണ്. നിലവിൽ ഇത്ര കിലോമീറ്ററല്ലേ ഓടിയിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം കാണാനൊക്കെ ആയിരുന്നു നല്ല ഭംഗിയുള്ളൊരു വാഹനമാണ്. ഈ വാഹനത്തിന് പറയുന്ന വില വെറും 27,000 രൂപയാണ്.
നമുക്ക് ഇതിന് മുന്നേ ഒരു റേസഡാർ ഇട്ടുണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു, വളരെ വേഗത്തിൽ തന്നെ അത് വിറ്റുപോയി. വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ നമ്മൾ സോൾഡ് ഔട്ട് വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് പരമാവധി തമ്പനെയിലിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ആരൊക്കെയോ കഴിഞ്ഞ 2-3 പോസ്റ്റിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവൻ്റെ വണ്ടികളൊക്കെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കാണ്, വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ. വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ സോൾഡ് ഔട്ട് എന്ന് തന്നെ എഴുതണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക? നമ്മൾ പാർട്ടിയുടെ ഡയറക്റ്റ് നമ്പർ കൊടുക്കുന്നത് കാരണമാണ് എത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് കഴിഞ്ഞാൽ കൈയോടെ സോൾഡ് ഔട്ട് എന്ന് എഴുതും. കാരണം അവരെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വിറ്റുപോയ വണ്ടിക്ക് വേണ്ടി വീണ്ടും വിളിച്ചിരിക്കുന്നത് ആർക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ടയറിൻ്റെ കേസ് പറഞ്ഞില്ല, ബാക്ക് ടയർ മൊട്ടയാണ്, ഫ്രണ്ട് ടയർ പുതിയതാണ് കേട്ടോ, പറയാൻ മറന്നു. അപ്പോൾ ഈ ഒരു വണ്ടി അതായത് 25 വരെ ഇൻഷുറൻസും പൊല്യൂഷനും, 25 സെപ്റ്റംബർ മാസം വരെ പൊല്യൂഷനും ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പുതിയ ടയറാണ്, ബാക്ക് എന്നൊരു പറയാൻ മൊട്ട ലൈനാണ്. വൃത്തിയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് വെറും 27,000 രൂപയാണ്. വില പേശലിന് വിധേയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് വിലയുടെ കാര്യത്തിലാണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വില നിങ്ങൾക്ക് ഇത്ര പോരാ അല്ലെങ്കിൽ ഇത്ര കൊടുക്കാനില്ല, നിങ്ങൾക്ക് മാന്യമായൊരു പ്രൈസ്. ഞാൻ പറയുന്നത് വാഹനത്തിൻ്റെ കാര്യങ്ങളാകുമ്പോൾ വിൽക്കാനുള്ളവർക്ക് കൂടുതൽ വില കിട്ടണം, വാങ്ങണവർക്ക് കുറച്ച് വിലയും കിട്ടണം. അപ്പം നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക, എനിക്ക് വാഹനം ഇഷ്ടപ്പെട്ടു, ഇത്ര വിലയ്ക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഏത് വാഹനം വിളിച്ചോ. ചില വാഹനങ്ങളൊക്കെ നല്ല പ്രൈസ് കുറവിനൊക്കെ തന്നെയാണ് വിറ്റ് പോയിട്ടുള്ളത്, അല്ലാത്തതൊക്കെ ചെറിയ 2,000-3,000 ഒക്കെ കുറവിനായിരിക്കും വിറ്റ് പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം വിളിച്ച് നോക്കൂ, അപ്പോൾ പിന്നെ അവർ ബാക്കി കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർ നല്ലൊരു വാഹനം സ്കൂട്ടർ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ. വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള സെല്ലർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയുള്ളൊരു വാഹനം നിങ്ങൾക്ക് ചെറിയ പ്രൈസിന് തന്നെ സ്വന്തമാക്കാൻ പറ്റും, വില പേശി വാങ്ങാവുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും വേഗം വിളിച്ചോളൂ. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീടുകാരോടും ബൈ.